ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത്. സോ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ പാട്ടാണ്. ഞാൻ ഒരു കലാകാരിയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പാട്ട് പാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പാട്ട് പാടുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. സെറ്റ് പാട്ടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. വേറെ ഇതുകൊണ്ട് തെറ്റൊക്കെ കാണും, ഡോണ്ട് മൈൻഡ്. ഓക്കെ. അപ്പോൾ ഒരുപാട് പാട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന പാട്ടുകളൊക്കെ വെച്ച് അങ്ങ് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ണോട് കണ്ണായിടാം ആ പാട്ടിൻ്റെ ഒരു ഏതാനും വരികൾ പാടാം. കണ്ണോട് കണ്ണായിടാം, നീയോട് മിയായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. കണ്ണോട് കണ്ണായിടാം, നീയോട് മിയായിടാം. ഞാൻ ഈ പാട്ടൊക്കെ പഠിക്കും. ഞാൻ ഈ കരോക്കി ഇട്ട് അങ്ങനെ പാടാറില്ല. കരോക്കി ഇട്ട് പാടി നോക്കും. ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ കരോക്കി ഇട്ട് പാടി നോക്കും. അപ്പോൾ എനിക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും ഈ കരോക്കി ഇടുമ്പോൾ. ഞാൻ ഇങ്ങനെ ചിലതിൽ ടൂൺ കുറച്ച് പാടും, നീട്ടോ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഞാൻ പാടുന്നത് ഇങ്ങനെ പാടുമ്പോൾ. ബട്ട് കരോക്കി ഇടുമ്പോൾ അത് ഞാൻ കുറേ കറക്ഷൻ വരുത്തിയിട്ട് അത് നോർമലാക്കി പാടും. ഓക്കെ, വേറൊരു പാട്ട് പാടാം. അടുത്തത് നമുക്ക് മറ്റേ മിന്നൽ വളയില്ലേ, അതിൻ്റെ ഫസ്റ്റ് പോർഷൻ പാടാമേ. ഫസ്റ്റ് പോർഷനാണ്. എനിക്ക് ഫുൾ അറിയത്തില്ല, അപ്പം ഞാൻ ഫസ്റ്റ് പോർഷൻ പാടാം. എനിക്ക് എൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ അറിയത്തുള്ളൂ. ഞാൻ കരോക്കിയിട്ട് പാടി നോക്കിയിട്ടുണ്ട്. കുറേയൊക്കെ ആവും, കുറേയൊക്കെ കുളമാവും. അതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ പാടാം. ഇനി മിന്നൽ വള പാടാതെ. കണ്ണോടി കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതി വയ്യുന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഓക്കെ. പിന്നെ ഗെയ്സ്, നമ്മുടെ ഈ മിന്നൽ വളയിലെ തന്നെ ഒരു പോർഷൻ ഇല്ലേ, മറ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പാടി കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും. നാമില്ലാത്തിരത്തിയോളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, പാരിവിൽ നാം പോയിടാം, വെണ്ണതി പോലൊഴുകിടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. നല്ല രസമല്ലേ കേൾക്ക്. ഓക്കെ, നമുക്ക് അടുത്ത പാട്ട് പാടാം. അടുത്തതെന്ന് വെച്ചാൽ മറ്റേ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാലില്ലേ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പഠിച്ച് നോക്കാം. ഇത് ഞാൻ 5 പാടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം അറിയാം. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ, ഹിലാലിൻ്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താൽ നിന്നെ കിനാവ് കിലോക്കിയ ഹാല്. അപ്പോൾ ഒരു പാട്ട്, ഇപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് പഠിക്കാൻ ഒരുപാട് ടൈം വേണ്ട. ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കും. ലൈക്ക് സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുന്നതിന് അത്രയും ടൈം എനിക്ക് വേണ്ട പാട്ട് പഠിക്കാൻ. ജസ്റ്റ് ഒരു 6 തവണ ഞാൻ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ വരികളൊക്കെ മൈൻഡിലാവും. പിന്നെ നമ്മളത് കറക്റ്റാക്കിയാൽ മതി. കുറേ ലിറിക്സിൽ കുറേ തെറ്റുകളാണ്. അത് നമ്മൾ കറക്റ്റ് ലിറിക്സ് നോക്കി കഴിഞ്ഞ് ഒന്ന് 5-6 തവണ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ലിറിക്സും കറക്റ്റാവും. പിന്നെ കരോക്കിയിട്ട് വായിച്ച് നോക്കും. അല്ലാതെ ഞാൻ ചുമ്മാ ഒരു ദിവസം 2 പാട്ടൊക്കെ പഠിക്കും. അപ്പോൾ ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ആ പാട്ട് തന്നെ പഠിക്കൊണ്ടിരിക്കും. ചുമ്മാ എന്ത് ചെയ്യണം, വെളുക്കുവാണേലും പാത്രം കഴുകുവാണേലും ചുമ്മാ ഇരിക്കുവാണേലും തിന്നുമ്പോൾ വരെ ഞാൻ ആ പാട്ടും പഠിക്കൊണ്ടിരിക്കും. വീട്ടിലുള്ളവർക്ക് സ്വസ്ഥതയില്ല, കാരണം ഞാൻ ആ പാട്ട് പാടി അവരെ വെറുപ്പിക്കും. അവരാ പാട്ട് പഠിക്കും. ഞാനിത് പാടി എനിക്ക് തറ ആവുന്നവരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. വീട്ടുകാർ ആ സമയത്തിനുള്ളിൽ അവരത് പഠിച്ചെടുക്കും. ആ പാട്ട് പഠിക്കുക, പേരൊക്കെ അറിയാം, എല്ലാം ഞാൻ പറഞ്ഞോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അത്ര ഗായികയൊന്നുമല്ലെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് പാടാൻ ഇഷ്ടമാണ്. ഞാൻ പാടാൻ ശ്രമിക്കണം. അതൊന്നും എനിക്കൊരു വീഡിയോ ഉണ്ടോയെന്ന് തോന്നി, അതുകൊണ്ടാണ്
ഞാൻ ഇങ്ങനെ ഇട്ടത്. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഗൈസ്, സപ്പോർട്ട് ചെയ്യും. ഞാനൊരു പാവമല്ലേ. ടാറ്റാ ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്.